എന്ന് പറയാൻ വന്ന ചെറിയൊരു വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ഇപ്പം ബിറ്റ് കോയിൻ നല്ല രീതിയിൽ തന്നെ പമ്പായിട്ടുണ്ട്. ബിറ്റ് കോയിൻ ഇപ്പം $1,09,000 വരെ എത്തി. ആ ഒരു ആൾട്ടോയിനൊന്നും പോയില്ല. ഈ ഒരു പറയുന്ന ബിറ്റ് കോയിൻ്റെ അടുത്ത 2ാം സ്ഥാനം പങ്കിടുന്ന എതേറിയം എന്ന് പറയുന്നത് വളരെ ഒരു വേസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. ഇനിയിപ്പം 10K ഒക്കെ പോവും, അതൊക്കെ പോവും. പക്ഷേ ആ ഒരു സമയം എടുക്കും. പിന്നെ എന്ന് വെച്ചാൽ പലരും പറഞ്ഞിരുന്നു ബിറ്റ് കോയിൻ 100K ആകുമ്പോൾ എതേറിയം 10K പോകുന്നു. അതൊന്നും ഒരിക്കലും ഒരു പോസിബിൾ അല്ല. ഇപ്പോഴത്തെ ഒരു സമയത്തെന്ന് വെച്ചാൽ എതേറിയത്തെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് കോയിനുകളുണ്ട്. അതിൽ ഉദാഹരണമെന്ന് വെച്ചാൽ ആപ്റ്റോസ്, സൂയി, ഓക്കെ. പിന്നെ ഇപ്പം വന്ന സുപ്ര, അതൊരു ലെയർ 1 ആണ്, നല്ലതാണ്, നല്ല ട്രാൻസാക്ഷനാണ്. അല്ല എതേറിയത്തി നിങ്ങൾ എന്താണ് കണ്ടിരിക്കുന്നത്? എതേറിയത്തി ഒടുക്കത്തെ ഫീയും കാര്യങ്ങളുമാണ്. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ യൂട്യൂബിനൊരു പ്രശ്നങ്ങളുണ്ട്. യൂട്യൂബിൽ എന്തൊക്കെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഇട്ട് ഒരുപാട് യൂട്യൂബർമാരുടെ മോണിറ്ററേഷനും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നു. അതെന്താണെന്ന് എന്തിനവന്മാർ ഇങ്ങനെ പരിപാടി ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അപ്പം യൂട്യൂബിനെക്കാട്ടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം വരുമ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ ഇതൊക്കെ മാറ്റും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ യൂട്യൂബിൽ ഒരുപാട് പേര് ഇങ്ങനെ കാശ് കിട്ടുന്നവരുണ്ട്. ഈ മോണിറ്ററേഷനൊക്കെ കിട്ടിയവരൊക്കെ ക്യാൻസൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ലിങ്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റുള്ള കാര്യമൊന്നുമില്ല. ആവശ്യമുള്ളവർ കയറിയാൽ മതി. അല്ലാതെ ഇപ്പോൾ റഫറൽ ചെയ്തതെന്ന് വെച്ചാൽ വലിയ കാര്യമില്ല. ആവശ്യമുള്ളവൻ കയറുക, അത്രയേ ഉള്ളൂ. അപ്പോൾ യൂട്യൂബ് എന്തോ വലിയ സംഭവമായിട്ട് ഇപ്പം നമ്മുടെ ചാനലെന്ന് വെച്ചാൽ 454, ഇത് പോയാൽ പോട്ടെന്ന് വെക്കും. ഇപ്പം പുതിയ ചാനലൊന്നും തുടങ്ങാനില്ല, പോകുന്നതുമില്ല, അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഇതിന് വേണ്ടി എനിക്ക് കിട്ടുന്ന അറിവുകൾ ഞാനിവിടെ പങ്കുവെക്കുന്നു. പിന്നെ അതിൽ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് കാണാം, അങ്ങനെയൊക്കെ ഉദ്ദേശമാണ്. ഇനിയിപ്പോൾ നാളെ ഇത് ബാനായി പോയാൽ ഒന്നും കാണാൻ പറ്റത്തില്ല, അങ്ങനൊരു കാര്യമുണ്ട്. പിന്നെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളെന്ന് വെച്ചാൽ വേറൊരു പ്ലാറ്റ്ഫോം യൂട്യൂബിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ളതൊക്കെ വരും. ഏതാണ്ട് ഒരെണ്ണം ഉണ്ടായത്, അത് അത്ര ഇതായില്ല. അപ്പോൾ ഇനിയിപ്പോൾ അത് യൂട്യൂബിൻ്റെ കൂട്ട് തന്നെയുള്ള അടിപൊളി പ്ലാറ്റ്ഫോമുകളൊക്കെ വരും ഇനി. അപ്പോൾ എന്തൊക്കെയായാലും കോമ്പറ്റീഷൻ വേണമല്ലോ. അപ്പോൾ യൂട്യൂബ് മാത്രമല്ലല്ലോ. അപ്പോൾ അതുകൂട്ടൊരു പ്ലാറ്റ്ഫോം വന്നിട്ടില്ല. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമൊക്കെ വന്നാൽ വേറെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നിൽക്കും, അത്രേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളൊന്നുമില്ല. അല്ല യൂട്യൂബ് എന്തോ വലിയ സംഭവമാണെന്നൊന്നും അല്ല. നമുക്ക് അടുത്ത ഏതാണോ അടുത്തതിലോട്ട് നമ്മൾ കയറും, അത്രേ ഉള്ളൂ. അല്ല യൂട്യൂബ് എൻ്റെ ചാനൽ ഇപ്പം നാളെ ഇതാക്കിയെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഏതാണ്ട് തെറ്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ റഫറൽ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാറുമില്ല. പിന്നെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ലിങ്ക് കാര്യങ്ങളിടും. ഞാൻ കൂടുതൽ റഫറൽ അങ്ങനെ കാര്യങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്ന ആളുമല്ല. പിന്നെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ അവർ തന്നെ മാറ്റണം. ഇങ്ങനെയുള്ള ലിങ്ക് ഇട്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്യണം, മോണിറ്ററേഷനൊക്കെ ചെയ്ത് ക്യാൻസൽ ചെയ്തവരൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റട്ടെ, അതൊക്കെ നല്ലതാണ്. ഇവർക്ക് തന്നെ നല്ലതാണ്. ഇവരെക്കാട്ടി ബെറ്ററായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ഇനി ഇറങ്ങും. അപ്പോൾ ഈ ഒരു ലോകമാണ്, എന്തൊക്കെയാലും ഇറങ്ങും. അതുകൊണ്ട് യൂട്യൂബ് ഏറ്റവും ഒരു ഒന്നാമത്തെ ഒരു പ്രയോറിറ്റിയാണ്. അങ്ങനെയൊന്നും പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പോൾ അടുത്ത വീഡിയോയിട്ടാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.